ഹായ് ഓൾ, ദിസ് ഇസ് നിഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് മാളിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി കാണാൻ പറ്റുമല്ലോ ഇവിടുത്തെ ഷോപ്പിംഗ് മാൾ എങ്ങനെയാണ്, ഇവിടെ എന്തൊക്കെയാണ് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ പോണത്. ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ എടുത്തിട്ട് മോളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ റെഡിയായിട്ട് ലിഫ്റ്റിൽ കയറി. ഇനി നമുക്ക് മോളിലേക്ക് വേഗം പോവാം. അപ്പോൾ ഞാൻ കാറിൽ വന്ന് ഇരുന്നു. അപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളൂ കേട്ടോ, 2-3 ദിവസമായിട്ടുള്ളൂ. ഒരു വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ 40 ഡിഗ്രി സെൽഷ്യസാണ് പറയണത്. രാവിലെ 11 മണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ കാറ് പുറത്തായിരുന്നു ഇട്ടത്. അപ്പോൾ വന്ന് കയറിയപ്പോൾ നല്ല ചുട്ട് പഴുത്തിരിക്കുകയായിരുന്നു കാറ്. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് പെട്രോളും അടിക്കണം. അപ്പോൾ എന്തായാലും ഒന്ന് കാറ് തണക്കട്ടെ, നമ്മുടെ ഈ യാത്ര ഒന്ന് സ്റ്റാർട്ടാവണ മുമ്പ്. ഞാൻ പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഞാൻ ഇവിടെ എന്താ നിർത്തിയിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ടയറിൽ കാറ്റും കൂടി അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോളിലെത്തി. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല മോളിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോപ്പിലേക്ക് പോവാണ്. കണ്ടോ, മോളൊക്കെ ഭയങ്കര കാലിയാണ്. ഇതൊന്നുമല്ല നമ്മളൊരു വീക്കെൻഡ് വന്നാലുള്ള സ്ഥിതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കയറാൻ പോകുന്നത് മാർക്സ് ആൻഡ് സ്പെൻസറിലാണ്. എനിക്കൊരു സാധനം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അപ്പം ഞാനൊരു 2 ദിവസം മുമ്പ് ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫോർമൽസിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചിട്ട് വരാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഓഫറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മാർക്സ് ആൻഡ് സ്പെൻസർ കുറേ പേരുടെ ഒരു ഫേവറേറ്റ് കടയായിരിക്കും. പക്ഷെ ഞാൻ അധികം ഒന്നും ഇവിടുന്ന് ഷോപ്പ് ചെയ്യാറില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈസ് എപ്പോഴും ഇവിടെ കിട്ടാറില്ല. പിന്നെ നമ്മുടെ വിൻ്ററൊക്കെ മാറി സമ്മർ വന്നതുകൊണ്ട് ഒരുപാട് വിൻ്റർ ക്ലോത്ത്സൊക്കെ ഇങ്ങനെ ഓഫറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ബൈ 2 get 1 ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ട്രൗസേഴ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതുപോലൊരു ബീച്ച് ട്രൗസർ വാങ്ങണമെന്ന് കുറേ നാളായി ആഗ്രഹം. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ എൻ്റെ സൈസൊന്നുമില്ല. എല്ലാം വലിയ വലിയ സൈസുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഒരുപാട് സാധനങ്ങൾ സെയിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഡ്രസ്സുകളുടെ സെക്ഷൻ, ഇത് മൊത്തം ഡ്രസ്സുകളുടെയാണ്. എന്താ അപ്പോൾ ഇത്രയും നോക്കിയിട്ട് ആകെപ്പാടെ എൻ്റെ ഒരു സൈസിൽ കണ്ട സാധനമാണ് ഇത്. പക്ഷെ ഇതേ ഒരു മോഡൽ എനിക്ക് വേറെ എൻ്റെ ഒരു ബ്ലൂ കളറ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോൾ ഇവിടെ വാങ്ങാൻ വന്നാലും എൻ്റെ ഒരു സൈസിന് സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാറേ ഇല്ല. എല്ലാം വലിയ വലിയ സൈസായിരിക്കും, പ്രത്യേകിച്ച് സെയിൽ വരുന്ന സമയത്ത്. ഈ ഒരു ഷർട്ട് ഉണ്ട് എൻ്റെ ഒരു സൈസിന്. പക്ഷെ എനിക്കങ്ങനെ ഒരു വാങ്ങണമെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്നും കൂടി നോക്കട്ടെ. ഞാൻ മെയിനായിട്ട് ഇവിടെ കയറിയത് ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടി. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എന്താ പറയുക, എല്ലായിടത്തും ഒന്ന് പോയി നോക്കി കണ്ടു. ഇനി നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോളിലൊന്നും ഒറ്റ മെൻഷനില്ല. ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ സാധാരണ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്
നമുക്ക് വീക്കെൻഡ് മാത്രമേ ഷോപ്പിങ്ങിനും അതിനൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥിതി ഇതൊന്നുമല്ല, വേറെ നല്ല തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് സമ്മർ ആയതുകൊണ്ട് എല്ലാവരും ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ മതിയാക്കി ഇപ്പോൾ എല്ലാവരും മോളിലാണ് മിക്കപ്പോഴും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീക്കെൻഡ് മോളിൽ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ വീക്ക് ഡേ വന്നതുകൊണ്ട് ഒട്ടും തിരക്കില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ നടക്കാം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഐക്യയിലാണ്. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ ഐക്യയ്ക്ക് വരുന്നത്. ഒരു സാധനം വാങ്ങാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നിട്ട് ഏകദേശം ഒരു 5 വർഷമായി. ആദ്യത്തെ ഒരു 1-2 വർഷം എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമായിരുന്നു ഈ ഐക്യ. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ നാളിന് ശേഷം കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ച എനിക്ക് വേണ്ട സാധനത്തിൻ്റെ അടുത്തേക്ക് പോവാമെന്ന്, പിന്നെ വിചാരിച്ചൊന്ന് നടക്കാമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ എന്തൊക്കെയോ ഓഫറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു 195 തരത്തിൻ്റെ സാധനത്തിന് 100 തരം, അങ്ങനെ തന്നെയാണോ ആണെന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു മിററുള്ളൊക്കെ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓർഗനൈസേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓർഗനൈസർ, ഷെൽഫ്, അങ്ങനത്തെ. അപ്പോൾ ഞാനിവിടെ ഐക്യയ്ക്ക് ശരിക്കും വന്നത് ഒരു പാത്രം വാങ്ങാനാണ്. അപ്പോൾ നടന്ന് പാത്രത്തിൻ്റെ സെക്ഷൻ എത്തി. അപ്പോൾ ഞാൻ നോക്കുന്നത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലില്ലേ അതിൻ്റെ പാത്രങ്ങളാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ. എനിക്ക് ഐക്യയിലെ ഈ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്വാളിറ്റിയുമാണ്. എന്താ പറയുക, എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങണേക്കാട്ടും ഇവിടുത്തെ ഇത് വാങ്ങാനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ കയ്യിൽ ഇതിനെക്കാട്ടും വലിയൊരു പാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചെറിയൊരു പാനാണ് ഞാൻ നോക്കുന്നത്. ഇത് ഒക്കെ ആയിരിക്കും തോന്നുന്നു. ഇപ്പം എക്സാക്ട്ലി എൻ്റെ കയ്യിലുള്ള പാന് ഇതാണ്. ഇതിനെക്കാട്ടും ഒരു ചെറിയൊരു വേർഷനാണ് ഞാൻ നോക്കി നടക്കുന്നത്. ഇത്രയും വലുത് എനിക്കെപ്പോഴും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞ് പാത്രം മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണത്. അപ്പോൾ ഞാൻ ചെറുത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എനിക്ക് വേണ്ട ഒരു സൈസ് കറക്റ്റ് ഈ ഒരു സൈസായിരുന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ റാക്ക് മൊത്തം കാലിയായി കിടക്കണം. കണ്ടോ, ഇതിൻ്റെ റാക്ക് ഒന്നുമില്ല, എംപ്റ്റി ആയിരിക്കുന്നതുകൊണ്ട് സാധനമില്ല എന്നാണ് തോന്നുന്നത്. വേറെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം അതായിരുന്നു എനിക്ക് വേണ്ടൊരു കറക്റ്റായിട്ടുള്ള സാധനം. അപ്പോൾ അതൊന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതില്ലെങ്കിൽ ഞാനിപ്പോൾ വാങ്ങില്ല, കാരണം അതാണ് എക്സാക്ട്ലി ആ സാധനമാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ പാൻ തന്നെ ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അതാണ് ലാസ്റ്റ് പീസ്, ഇനി പുതിയ പീസ് ഇല്ല. അപ്പോൾ അതുതന്നെ ഞാൻ എടുത്തിട്ട് വന്നു, കാരണം അതെനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ ഐക്യയുടെ വീഡിയോന് മുന്നേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം. ഇപ്പം ഞാൻ എന്തായാലും ഐക്യ ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സാധനം വാങ്ങിച്ചു, ഇനി നമുക്ക് ബില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നു. കാരണം നേരത്തെ ആ സ്ഥലത്തേക്ക് നേരെ പോയാൽ മതിയായിരുന്നു വാങ്ങേണ്ട സാധനത്തിലേക്ക്. അപ്പോൾ ഞാൻ കുറേ നടന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡായി, നന്നായി വിശക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോകും, അത്രയധികം വിശക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഐക്യന്ന് കഴിക്കുന്നില്ല, കാരണം ഐക്യന്ന് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഫുഡ് കോർട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയായാലും വേഗം പോയി ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചിട്ട് ഞാൻ ഐക്യയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ആസസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അപ്പോൾ കുറച്ച് ഡാമേജോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫോൾട്ടൊക്കെ ഉള്ള ഫർണിച്ചർ അല്ലെങ്കിൽ ഡിസ്പ്ലേ പീസൊക്കെ അവർ കൊണ്ടുവന്നിട്ട് സെല്ല് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇഷ്ടംപോലെ സോഫയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഏത് ഐക്യ ചെന്നാലും നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്തായിരിക്കും
കാണാൻ പറ്റാം. അപ്പോൾ ഇതിന് ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ ഒരു ചെയറിന് എന്താണിപ്പോൾ കുഴപ്പമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 295 ആണ്. ഓഫറിൽ വന്നിരിക്കുന്നത് 175 ആണ്. അപ്പോൾ എന്താ പറയുക, 120 dirhams കുറവാണ് യൂഷ്വൽ പ്രൈസിനെക്കാട്ടും. അങ്ങനെയാണ് ഈ ആക്സിസിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കോർട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എത്തിപ്പെട്ടത് കാർഫോറിലാണ്. കാർഫോറിൽ എന്തൊക്കെയോ കുറേ ഓഫറൊക്കെ കണ്ട് പുറത്ത് നോക്കിയപ്പോൾ, അപ്പോൾ എന്തായാലും അകത്ത് ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ ഡിറ്റർജൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓഫർ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ വേറെ കുറച്ച് സാധനങ്ങളാണ് നോക്കണത്. അതിന് വല്ല ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. അപ്പോൾ പക്ഷെ ഞാൻ നോക്കി നടക്കുന്ന സാധനങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. നോക്കി നടന്ന സാധനങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ ഓൾറെഡി നന്നായി തളർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നേരെ ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ തളർന്നു വീഴും. അപ്പോൾ ഇത് ചോക്ലേറ്റ് സെക്ഷനൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കണ്ട് കൊതിയിടാം. തേനെക്കാട്ടും സ്വീറ്റിലാണ് കാർഫോറിന് ഇറങ്ങിയത്. കാരണം എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നേരെ ഞാൻ ഫുഡ് കോർട്ട് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. എത്താറായിട്ടോ. ഇനിയൊരു എസ്കലേറ്ററും കൂടി കയറി കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് എത്തും. അപ്പോൾ ഞാൻ കാർഫോറിന് അധികം ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ എസ്കലേറ്ററിൽ കയറി അപ്പോൾ ഇനി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഓർഡർ ചെയ്തത് KFC ആണ്. ആദ്യം കണ്ടത് KFC ആയിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് അത് ഓർഡർ ചെയ്തു. അപ്പം നല്ല ചൂടോടെയാണ് കിട്ടിയത്. ചൂട് മാറുന്ന മുമ്പ് തന്നെ വേഗം അകത്താകട്ടെ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും KFC കഴിച്ച് കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് തോന്നാറുണ്ടോ? ഇതെന്തിനാണ് കഴിച്ചതെന്ന് എനിക്കെപ്പോഴും തോന്നാറില്ല. അപ്പോൾ ആ ഒരു റിഗ്രറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KFC ഞാൻ കഴിച്ചു. ഇനിയും തിരിച്ച് പോവാണ്. കഴിഞ്ഞു ഇന്നത്തെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് അവശനായി ഞാൻ തിരിച്ചു പോകുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീടെത്തിയിട്ടില്ല. വീടിൻ്റെ താഴെ എത്തി. ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് ഫ്ലാറ്റിലോട്ട് പോകും. അപ്പോൾ എന്താ പറയുക, നല്ല ചൂടാണ്. ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ടുണ്ട്. 41 ഡിഗ്രിയൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ ഞാൻ ഒരു 11 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 3 മണി ആവാറായി. അപ്പോൾ എൻ്റെ ഈ ചെറിയ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അധികമൊന്നും ഷോപ്പൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ചെറിയൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.